ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥനെ വിശുദ്ധ ലൂക്ക അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ജനക്കൂട്ടത്തിൻ്റെ മുൻപിലാണ്. അവിടുത്തെ കേൾക്കുവാൻ വേണ്ടി തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ്. ജനക്കൂട്ടത്തിൽ ആയിരിക്കുക എന്നത് സാധാരണ മനുഷ്യരോടൊപ്പം സാധാരണ ജീവിതക്രമത്തിൽ ആയിരിക്കുക എന്നതാണ്. എന്നാൽ ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത് ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ സാധാരണ മനുഷ്യനായി സാധാരണ ക്രൈസ്തവനായിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ക്രിസ്തുവിനോടൊപ്പം ആയിരുന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരായിരിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരായിരിക്കണമെങ്കിൽ അവിടുന്ന് തന്നെ അനുഗമിക്കുന്നവരെ നോക്കി പറയുന്നത് ഓരോ ദിവസവും ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകളെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തുകൊണ്ട് അവിടത്തെ അനുഗമിക്കണമെന്നുള്ളതാണ്. കുരിശെടുത്തുകൊണ്ട് അവിടുത്തെ അനുഗമിക്കുമ്പോഴാണ് ക്രിസ്തുവിനോടൊപ്പം നാം ആയിരിക്കുന്നത്. കുരിശുകൾ മാറ്റിവെച്ചുകൊണ്ട് സാധാരണ ജീവിതക്രമങ്ങളിൽ വ്യാപരിക്കുമ്പോൾ നാമും ജനക്കൂട്ടത്തിൽ ഒരുവനായി മാറും. അങ്ങനെ ജനക്കൂട്ടത്തിൽ ഒരുവനായി നാമമാത്ര ക്രിസ്ത്യാനികളായി ജീവിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. മറിച്ച് ത്യാഗപൂർണമായ ജീവിതം നയിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളത് ഏറെ ദുഷ്കരവും വെല്ലുവിളി നിറഞ്ഞതുമാണ്. ഇപ്രകാരം വെല്ലുവിളി നിറഞ്ഞ ഒരു ജീവിതശൈലി തിരഞ്ഞെടുത്തവരായിരുന്നു ആദിമ ക്രൈസ്തവ വിശ്വാസികൾ. 300 വർഷക്കാലത്തോളം ഇവർ ഇപ്രകാരം പീഡകളിലൂടെ കടന്നുപോയവരായിരുന്നു. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ അവരെ മറ്റ് സഭാസമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ ജീവിതം ചെലുത്തപ്പെടുന്നു. ആദ്യമായി അവർക്കുണ്ടായിരുന്ന വസ്തുവകൾ കണ്ടുകെട്ടി, പിന്നെ കുടുംബക്കാരിൽ നിന്ന് ഒറ്റപ്പെടുത്തും. അതിനും ക്രിസ്തു വിശ്വാസം ഉപേക്ഷിക്കാതെ വന്നാൽ അവൻ സിംഹക്കൂടിലേക്ക് വലിച്ചെറിയപ്പെടുകയോ കുരിശിലേറ്റപ്പെടുകയൊക്കെ ചെയ്യുന്ന ദുഃഖകരമായ അവസ്ഥകളിലാണ് ഈ ചെന്നെത്തപ്പെടുന്നത്. എന്നാൽ ഈ അവസ്ഥകളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് കർത്താവിന് വേണ്ടി ജീവിച്ചവരായിരുന്നു അവരോട്. ഇന്ന് ക്രിസ്ത്യാനികളായിരിക്കുന്ന നാം പലപ്പോഴും ക്രിസ്തുവിന് വേണ്ടി ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ പലപ്പോഴും വഴി കാണിക്കുന്നവരാണ്. കേരളത്തിന് പുറത്ത് മിക്കവാറുമൊക്കെ പല സംസ്ഥാനങ്ങളിൽ ഇന്ന് മതപരിവർത്തനത്തിനെതിരായ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പലതരത്തിലുള്ള പീഡകളും സഹിക്കേണ്ടി വരുന്നു. എന്നാൽ കേരളത്തിൽ സുരക്ഷിതരെന്ന് കരുതി ജീവിക്കുന്ന ക്രൈസ്തവരായ നാം ത്യാഗത്തിന് വേണ്ടി, കഷ്ടപ്പാടുകൾക്ക് വേണ്ടി ധൈര്യത്തോടു കൂടി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഏറെ പരിതാപകരമായ ഒരവസ്ഥ. ആഴ്ചയിൽ 1 മണിക്കൂർ ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ടോ അതല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഭവനങ്ങളിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടോ അതുമല്ലെങ്കിൽ ചില ആഘോഷ പരിപാടികൾ പങ്കെടുത്തോ മാത്രം സാധാരണ ക്രൈസ്തവരായി ജീവിക്കുന്നവർ ചാരിതാർത്ഥ്യമടയുന്നവരാണ് പലരും. പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ ബോണഫ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്നൊരു പുസ്തകം എഴുതിയുണ്ടായി. 37 വയസ്സിലാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത്. നാസി തരംതിരിപ്പാളയത്ത് അദ്ദേഹം കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും അനുഭവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ പുസ്തകം രചിക്കുന്നത്. അദ്ദേഹം ആ പുസ്തകത്തിൽ 2 തരത്തിലുള്ള കൃപകളെക്കുറിച്ച് പറയാറുണ്ട്. ഒന്നാമത്തെ കൃപ വില കൊടുത്ത് മേടിക്കാത്ത സാധാരണ കൃപയാണ്. സാധാരണ കൃപയെന്ന് അദ്ദേഹം അർത്ഥമാക്കുന്നത് ഉദാശകളിലൂടെ നാം സാധാരണ സ്വീകരിക്കുന്ന കൃപകളായിരിക്കാം. ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൃപ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ത്യാഗപൂർണമായ ഉദാശ സ്വീകരണം അല്ലാത്തതുകൊണ്ടും ജ്ഞാനസ്നാനത്തിലൂടെ വലിയ മാറ്റങ്ങൾ വരാത്തതുകൊണ്ടും അത് വെറും സാധാരണ കൃപയായി, വില കുറഞ്ഞ കൃപയായി നിലകൊള്ളും. ഉദാശകമായ കുമ്പസാര കുർബാനയും മിക്കവാറുമൊക്കെ കൃത്യമായി എടുത്തുകൊണ്ട് അത് ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തർ. എന്നാൽ കുമ്പസാരം സ്വീകരിക്കുമ്പോൾ ശരിയായ പശ്ചാത്തലം മാനസാന്തരം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു സാധാരണ കൃപയുടെ മാത്രമായി നിലകൊള്ളും. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അതിന് അലങ്കരിക്കുന്ന ത്യാഗത്തിൻ്റെ വലിയൊരു തത്വശാസ്ത്രം അത് പങ്കുവയ്ക്കുന്നതിൻ്റെയും പകർന്നു നൽകുന്നതിൻ്റെയും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുന്നതിൻ്റെയുമായ ഉദാത്തമായ
ഒരു മനോഭാവമായി. എന്നാൽ ഈ ത്യാഗമില്ലാതെ സാധാരണ വെറും കാണികളായി നിന്നുകൊണ്ട് കുർബാന സ്വീകരിച്ച് സായുജ്യമടയുന്നവരാണ് നമ്മൾ ഇത്രയും. അതുകൊണ്ട് തന്നെ അത് വെറും വില കുറഞ്ഞ കൃപയായി നിന്നുകൊണ്ട്. എന്നാൽ യേശുക്രിസ്തു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സ്വന്തം ജീവൻ രക്ഷയ്ക്കായി ബലിയർപ്പിക്കുന്നതിലൂടെ നേടിത്തന്ന കൃപ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ്. ഈ കൃപ സ്വന്തമാക്കുവാൻ വേണ്ടി ദൈവം തന്നെ തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ വിലയായി നൽകിയ ഇത് പാപത്തിൻ്റെ പൂർണ്ണമായ നിരാകരിക്കലും ക്രിസ്തുവിൻ്റെ പുണ്യത്തിൻ്റെ മാർഗം സ്വന്തമാക്കലും ആകുന്ന വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. ഈ സ്നേഹവും സന്തോഷവും ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ വേണ്ടി ത്യാഗപൂർണമായ വിട്ടുവീഴ്ചകൾക്കും വിടുതലുകൾക്കുമൊക്കെ തയ്യാറായവരാണ് അപ്പോസ്തലന്മാരും ഋഷിക്കന്മാരുമൊക്കെ. ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് പുതിയൊരു ജീവിത ക്രമത്തിലേക്ക് കടന്നു വന്നവരാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെതായ ക്രമങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ക്രമത്തെ പൂർണ്ണമായും സ്വീകരിക്കുവാൻ വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ചു. ഈ ത്യാഗത്തിൻ്റെ മാർഗത്തെയാണ് അദ്ദേഹം വിലപിടിപ്പുള്ള കൃപയായ കാണുന്നത്. ഈ ത്യാഗത്തിൻ്റെ മാർഗം ഉദാശ പരികർമ്മങ്ങളിലും ക്രൈസ്തവ ജീവിത സരണികളിലും സ്വന്തമാക്കുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശിഷ്യത്വം വിലപിടിപ്പുള്ളതായിട്ട് മാറുന്നത്. അതിനുവേണ്ടി വില കൊടുക്കുവാൻ നാം തയ്യാറാകണം എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന സന്ദേശം. വളരെ മനോഹരമായ ഒരു സംഭവം ഞാൻ കേൾക്കാൻ ഹോം താൻ തുവാൻ എന്ന് പറയുന്ന 2000 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഉൾപ്പെടുന്ന കൂരിയ സംഘത്തിന് ധ്യാനം കൊടുത്ത നല്ലൊരു ഈശ്വസുഖ വൈദികനായ അദ്ദേഹം തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പ്രസ്തുത ധ്യാന അവസരത്തിൽ പങ്കുവയ്ക്കുകയുണ്ടായി. അദ്ദേഹം വികാരിയായിരുന്നപ്പോൾ രാവിലെ പ്രഭാത ദിവ്യബലി കഴിഞ്ഞതിന് ശേഷം കുറേ ആളുകൾ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി വന്നു. അതിൻ്റെ എല്ലാവരുടെയും ഒരേ ഒരു ആവശ്യം ജ്ഞാനസ്നാനം സ്വീകരിക്കുക എന്നതായിരുന്നു. അവർ പറഞ്ഞു, 3 ദിവസത്തെ യാത്ര ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞങ്ങൾക്ക് യേശുവിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ട് ജ്ഞാനസ്നാനം തരണം. ഹോം താൻ തുവാൻ എന്ന വൈദികൻ വളരെ വ്യസനത്തോടു കൂടി അവരോട് പറഞ്ഞു, ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ജ്ഞാനസ്നാനം തരും? ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർക്ക് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനുവേണ്ടി ഒരുക്കം നടത്തണം, പ്രാർത്ഥന പഠിക്കണം, അതിനുവേണ്ടിയുള്ള മറ്റ് സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങി വെക്കണം. പക്ഷേ അതൊന്നുമില്ല, നിങ്ങൾക്കെങ്ങനെ ഞാൻ ജ്ഞാനസ്നാനം തരും? അവർ പറഞ്ഞു, എല്ലാ ദിവസവും എഫ്എംറേഡിയിലൂടെ ദൈവവചനം കേൾക്കുകയും ഉദാശ പരികർമ്മങ്ങൾ ഈ പ്രസരണിയിലൂടെ പങ്കെടുക്കുകയും ചെയ്തവരാണ്. അതിലൂടെയാണ് നിങ്ങൾക്ക് വിശ്വാസം കൈവരിക്കുന്നത്. ഈ വിശ്വാസത്തിൽ ഞങ്ങൾ സ്ഥിരീകരിക്കുവാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രൈസ്തവ കൂട്ടായ്മയുടെ പങ്കാളികളാകാൻ വേണ്ടി അതിനുവേണ്ടിയാണ് ത്യാഗപൂർണ്ണമായി 3 ദിവസം യാത്ര ചെയ്ത് ഞങ്ങളോട് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഈ യാചന സ്വീകരിച്ച് ഞങ്ങൾക്ക് ജ്ഞാനസ്നാനം തരുന്നതാണ്. അവരുടെ ഈ വിശ്വാസ തീഷ്ണത കണ്ട് മനസ്സലിഞ്ഞ ഈ വൈദികൻ അവരുടെ സ്നാനം പോയിട്ടു. ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ വേണ്ടി അവർ ത്യാഗമനുഷ്ഠിച്ച് അവിടെ കടന്നു വന്നപ്പോൾ ആ ജ്ഞാനസ്നാനം വിലപിടിപ്പുള്ളതായി മാറി. ഈ വിലപിടിപ്പുള്ള കൂതാശ്വസീകരണമാണ് വിലപിടിപ്പുള്ള ഒരു കൃപയായി അവരുടെ ജീവിതത്തിൽ പരിവർത്തനം ചെയ്യിപ്പിച്ചത്. ക്രൈസ്തവ ജീവിതത്തിലും ഓരോ കൂതാശകൾ സ്വീകരിക്കുമ്പോൾ അതിന് അനുയോജ്യമായ രീതിയിലുള്ള ത്യാഗവും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അതിൻ്റെ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അവ സ്വീകരിക്കുവാൻ നാം കഴിയുമ്പോൾ നമ്മുടെ കൂതാശ നൽകുന്ന കൃപ വിലപിടിപ്പുള്ള ഒന്നായി മാറും എന്നുള്ളതാണ് ഇതിലൂടെ നാം മനസ്സിലാക്കുന്നത്. ജനക്കൂട്ടത്തിലും യേശുവിൻ്റെ കൂടെയായിരിക്കുന്ന വിശ്വാസ ശിഷ്യത്വം യേശുവിനോടുള്ള സ്നേഹത്താൽ ജ്വലിക്കപ്പെടുന്ന ഒന്നാണ്. അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുന്ന ഒന്നാണ്. ഈ സ്നേഹത്തെ പ്രതി പലപ്പോഴും ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും മുന്നോട്ട് പോയി ക്രിസ്തു സാക്ഷികളാകുവാനുള്ള ആഹ്വാനമാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിന് അവിടെ നിന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന 2 ഉപമകൾ വളരെ അർത്ഥവത്താണ്. ഒന്നാമത്തെ ഉപമ ഭവനം നിർമ്മിക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. ഭവനം പുതിയതായി പണിയുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ ഭവനം പൂർത്തീകരിക്കുവാൻ ആവശ്യമായ സമ്പത്തും വസ്തു സാമഗ്രികളും തൻ്റെ മുൻപിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ പ്രസ്തുത ഭവന നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ക്രൈസ്തവ ജീവിതവും ക്രിസ്തുവിൽ പണിതപ്പെടുന്ന ഒരു ഭവനമാണ്. ഈ ഭവനം
യേശുവിൻ്റെ സ്നേഹവും സന്തോഷവും നിറഞ്ഞ ദൈവിക ആലയത്തിൽ ജീവിക്കുന്നതിന് സമാനമാണ്. അതിന് അവിടത്തോടൊപ്പമായിരിക്കുന്ന അവസ്ഥയും വളരെ ആവശ്യമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ക്രിസ്തുവിൽ ഭവനം പണിയുമ്പോൾ ആ ഭവനം ക്രിസ്തുവിൽ പൂർണ്ണമായി എത്തിച്ചേരുവാൻ ഉതകുന്ന രീതിയിൽ നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാണ് എന്നുള്ള ഒരു തിരിച്ചറിവും ഒരു തീരുമാനവും ഉണ്ടാകുന്നതാണ്. അതിന് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന കുരിശുകളെ ത്യാഗപൂർണ്ണമായി നാം സ്വീകരിക്കണമെന്നും നേടണമെന്നുമുള്ള ഉപമയാണ് രണ്ടാമത് യേശു പറയുന്നത്. യുദ്ധത്തിന് പോകുന്ന ഒരു രാജാവിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് യേശു ഇത് ഇവിടെ അവതരിപ്പിക്കുന്നത്. യുദ്ധത്തിന് പോകുന്ന രാജാവിന് 1000-10,000 പടയാളികൾ മാത്രമേ ഉള്ളൂ. എന്നാൽ എതിരെ വരുന്നവർക്ക് 20,000-ഓളം പടയാളികൾ. ഈ 10,000 പേര് ഉൾക്കൊള്ളുന്ന പടയാളികളെ കൊണ്ട് 20,000 വരുന്ന പടയാളികളെ നേരിടുവാൻ വേണ്ട പ്രാപ്തിയും കഴിവും സാഹചര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കി തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ഈ രാജാവ് യുദ്ധത്തിന് പുറപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ വഴിയിൽ വെച്ച് തന്നെ എതിർ ശക്തികളുമായി സന്ധിയിലെത്തുകയും രമ്യമായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യും. ക്രൈസ്തവ ജീവിതവും നിരന്തര ഇപ്രകാരം ഒരു യുദ്ധം തിന്മയുടെ ശക്തികളും പാപത്തിൻ്റെ സാഹചര്യങ്ങളും ഓരോ ദിവസവും നമുക്കുണ്ടാകുന്ന സാഹചര്യങ്ങളെ, വെല്ലുവിളികളെ, കഷ്ടപ്പാടുകളെ നേരിട്ടുകൊണ്ട് ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൽ ശിഷ്യനായി മുന്നോട്ട് പോകണമെന്നതാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന രീതിയിലൊരു തീരുമാനം ക്രിസ്തു ശിഷ്യന് ആവശ്യമാണ്. ജീവിതത്തിൻ്റെ അവസാനം വരെ ക്രിസ്തു ശിഷ്യനായി തുടരുവാൻ ഉതകുന്ന രീതിയിൽ ആവശ്യമായ ദൈവാശ്രയബോധവും ദൈവകൃപയും സ്വന്തമാക്കി ആ കൃപയുടെയും വിശ്വാസത്തിൻ്റെയും ബന്ധാവിൽ സഞ്ചരിക്കും എന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ വിശ്വാസജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് സാധിക്കൂ എന്ന് യേശു പറയുക. ജനിച്ചപ്പോൾ ഈ ക്രിസ്ത്യാനികളായി ജനിച്ചതുകൊണ്ടും ജീവിത സാഹചര്യങ്ങളിൽ ക്രൈസ്തവികതയുമായി ബന്ധപ്പെട്ട അടയാളങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളും അനുഷ്ഠിച്ചതുകൊണ്ടും യഥാർത്ഥ ക്രിസ്ത്യാനിയാകണമെന്ന് നിർബന്ധമില്ല. ക്രിസ്ത്യാനിയായി സാധാരണ ക്രൈസ്തവർ ജീവിതക്രമങ്ങളിൽ വ്യാപരിക്കുമ്പോൾ വില കൊടുക്കാതെയുള്ള കൃപയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരിക്കാം. പക്ഷേ അതിലൂടെ ക്രിസ്തു ജീവിതത്തിൻ്റെ പൂർണ്ണത, അതിൻ്റെ സന്തോഷത്തിൻ്റെ പരിഭാവനതയിൽ ഉൾക്കൊള്ളുവാൻ കഴിയണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ യേശു ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മുടെ മുമ്പിൽ വെല്ലുവിളി ഉയർത്തുകയാണ്. യേശു അവരുടെ സ്നേഹത്തെ പ്രതി അവിടുത്തെ മറ്റൊരു ശിഷ്യനാകുവാൻ വേണ്ടി മാതാപിതാക്കളെയും ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും കാളുപരിയായി യേശുവിന് പ്രഥമസ്ഥാനം കൊടുക്കണമെന്ന്. പ്രഥമസ്ഥാനം കൊടുക്കുമ്പോൾ യേശുവിൻ്റെ കൂടെയായിരുന്നുവെന്ന് ജീവിതത്തിൻ്റെ പ്രതികൂലതകളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും ആ പ്രതികൂലതകളെ അതിജീവിച്ചുള്ള മുന്നോട്ടുള്ള യാത്രയിൽ യേശുവിൻ്റെ കൃപയുടെ മഹത്വവും മഹിമയും സ്വന്തമാക്കി സന്തോഷത്തിൻ്റെ സായുധയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്യുക. ഈ ക്രൈസ്തവ ശിഷ്യത്വത്തിൻ്റെ പാത ത്യാഗപൂർണ്ണത നിറഞ്ഞതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകളെ സന്തോഷത്തോടുകൂടി സഹിക്കുവാനും സ്വീകരിക്കുവാനുമുള്ള സന്നദ്ധതയാണ് ശിഷ്യന് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന കുരിശുകൾ മറ്റുള്ളവരുടെ കുരിശുകളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയെന്ന് ചിന്തിക്കുവാനോ അതിനെക്കുറിച്ച് ആവലാതിപ്പെടുവാനോ എനിക്ക് യാതൊരു അർഹതയുമില്ല. കുരിശ് എൻ്റെ മുമ്പിൽ വയ്ക്കപ്പെടുമ്പോൾ അതിൻ്റെ വലുത്തനത്രയായിരുന്നാലും അത് അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ വില അതിൻ്റെ മഹിമയിൽ ഉൾക്കൊള്ളുവാനും ഏറ്റെടുക്കുവാനും കഴിയുന്നു. മറിച്ച് തീരുമാനം അടങ്ങിയിരിക്കുന്നത് ഞാൻ ക്രിസ്ത്യാനിയായി തുടരണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നല്ലൊരു ക്രിസ്ത്യാനിയായി എനിക്ക് തുടരാതിരിക്കുവാനെന്ന സ്വാതന്ത്ര്യം, നല്ലൊരു ക്രിസ്ത്യാനിയായി എനിക്ക് ജീവിതത്തിൽ തുടരണമെന്നുണ്ടെങ്കിൽ അതിന് തീരുമാനമെടുക്കുവാൻ എനിക്ക് അവകാശവും സാധ്യതയും. ആ തീരുമാനമെടുക്കുമ്പോൾ എന്നിൽ തെളിയുന്ന വ്യക്തമായ പാത എന്നത് പുരുഷൻ്റെ പാതയാണ്. ഈ പുരുഷൻ്റെ പാത, ത്യാഗത്തിൻ്റെ പാത, നമ്മുടെ ജീവിതത്തിലുള്ള സാധനങ്ങളും സാമഗ്രികളും വസ്തുവകകളും വിട്ടുകൊടുക്കുന്നത് മാത്രമല്ല, ജീവൻ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കുവാൻ, മരണത്തെ സ്വീകരിക്കുവാൻ കഴിയുന്ന വലിയൊരു സന്നദ്ധതയാണ്. അത് കൃപയുടെ നടത്തമാണ്, കൃപയാലുള്ള മുന്നേറ്റമാണ്, കൃപയിലുള്ള ജീവിതമാണ്. ആ വിലപിടിപ്പുള്ള കൃപ ജീവിതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സ്വന്തമാക്കി എല്ലാ ജീവിത വ്യാപാരങ്ങളെയും അനുഗ്രഹം കൊണ്ട് മറയ്ക്കുവാൻ അതകം രീതിയിലുള്ള ഒരു ക്രൈസ്തവ ശിഷ്യത്വം നമുക്ക് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹം തേടാം. തമ്പുരാൻ കഴിയട്ടെ.